ചരിത്രപ്രസിദ്ധമായ പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി 111ാം നേർച്ചയാണ് ഇക്കൊല്ലം ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ വിപുലമായ നടത്തിപ്പിന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. ഫെബ്രുവരി 8, 9 തീയതികളിലാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് പട്ടാമ്പി മരുതൂരിലെ രാമഗിരിക്കോട്ടയിൽ അകപ്പെട്ട രോഗികളായ പടയാളികളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണയിലാണ് പട്ടാമ്പി നേർച്ച തുടങ്ങിയത്. 111ാം നേർച്ചയാണ് ഇക്കൊല്ലം നടത്തുന്നത്. ഫെബ്രുവരി 8, 9 തീയതികളിലായി നേർച്ച നടത്താൻ തീരുമാനമായി. ആഘോഷത്തിന്റെ വിപുലമായ നടത്തിപ്പിന് കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഉത്സവം അരങ്ങേറുകയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നു മുതൽ ആ നേർച്ചയുടെ ഒരു ആഘോഷത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ സുദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷപൂർവ്വം നേർച്ച കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ, കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായിട്ട് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന വലിയൊരു നാടിൻ്റെ ഉത്സവമാണ് പട്ടാമ്പി നേർച്ച. മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമമായ പ്രതീകവും സമാധാനത്തിൻ്റെ, 10,000കണക്കിന് ആളുകൾ വന്നിട്ടും തീരെ സംഘർഷം കുറഞ്ഞ ഏറ്റവും വലിയ ഉത്സവമാണ് പട്ടാമ്പി എന്നുള്ളതാണ് ഈ പട്ടാമ്പി നേർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ക്രെഡിറ്റ് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്ക് വീണ്ടും ഇത് സംഘർഷമില്ലാതെ നമ്മുടെ സാമുദായിക ഐക്യത്തിൻ്റെ, ഈ സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വിളനിലമായി ഈ പട്ടാമ്പി നേർച്ച നമുക്ക് വീണ്ടും ആഘോഷിക്കണം. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയും 58ഓളം ഉപ ആഘോഷ കമ്മിറ്റികളും ചേർന്ന് നടത്തുന്ന പട്ടാമ്പി നേർച്ച ആസ്വദിക്കാൻ ഇതര ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ എത്താറുണ്ട്. 60ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണ ഘോഷയാത്രയും ഗജസംഗമവും നേർച്ചയുടെ ആകർഷണമാണ്. UTV ന്യൂസ്, പാലക്കാട്.